കന്യാമറിയം മദർ ഓഫ് യേശു ക്രിസ്തു അത് മതി എന്നാണ് കത്തോലിക്ക സഭ പറയുന്നത്. കുരിശുമരണത്തിലൂടെ യേശുവാണ് മാനവരാശിയെ രക്ഷിച്ചതെന്നും കന്യാമറിയത്തെ സഹരക്ഷക എന്ന് വിളിക്കുന്നത് ഉചിതമല്ല എന്നും നിർദ്ദേശിച്ച് കത്തോലിക്ക സഭ രേഖ പുറത്തിറക്കി. യേശുവിന്റെ കുരിശുമരണമാണ് രക്ഷാകര കർമ്മത്തിൽ സുപ്രധാനമെന്ന് ക്രൈസ്തവർ വിശ്വസിക്കുന്നു. അമ്മയുടെ വിവേകപൂർണമായ വാക്കുകൾ യേശു കേട്ടിരിക്കുമെങ്കിലും കന്യാമറിയത്തെ സഹരക്ഷക എന്ന് വിളിക്കുന്നത് വിശ്വാസ സത്യങ്ങൾക്ക് നിരക്കുന്നതല്ല എന്ന് ലിയോ 14 മാർപ്പാപ്പ ഒപ്പുവെച്ച് വിശ്വാസ സത്യങ്ങൾക്കായുള്ള കാര്യാലയം പുറത്തിറക്കിയ പുതിയ പ്രബോധന രേഖയിൽ പറയുന്നു. സഹരക്ഷക എന്ന പദവി ഉചിതമല്ല എന്നും ഇത് ക്രിസ്തീയ വിശ്വാസ സത്യങ്ങളുടെ പൊരുത്തത്തിൽ അസന്തുലനവും ആശയക്കുഴപ്പവും ഉണ്ടാക്കുമെന്നും രേഖ വ്യക്തമാക്കുന്നു. രക്ഷാകര ദൗത്യത്തിൽ കന്യാമറിയത്തിന് വലിയ പങ്കുണ്ട്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ മധ്യവർത്തിയായിരുന്നു കന്യാമറിയം. യേശുവിന് ജന്മം നൽകുക വഴി മാനവരാശിയുടെ ആകെ രക്ഷയ്ക്കുള്ള വാതിൽ തുറന്നത് മറിയമാണ്. എങ്കിലും കുരിശുമരണത്തിലൂടെ യേശുവാണ് ലോകത്തെ രക്ഷിച്ചത്. യേശുവിന്റെ അമ്മ വിശ്വാസികൾക്കെല്ലാം അമ്മയും മധ്യസ്ഥയുമാണ്. എന്നാൽ മറിയത്തെ എല്ലാ കൃപകളുടെയും മധ്യസ്ഥ എന്ന് വിളിക്കുന്നത് ഒഴിവാക്കണമെന്നും രേഖയിൽ പറയുന്നുണ്ട്. കന്യാമറിയത്തെ സഹരക്ഷക എന്ന് വിശേഷിപ്പിക്കുന്നത് ഏറെ നാളായി സഭയിൽ തർക്കവിഷയമായിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇതിനെ പരസ്യമായി എതിർത്തിരുന്നു. അദ്ദേഹത്തിന്റെ മുൻഗാമി ബെനഡിക്ട് 16 മാർപ്പാപ്പയും എതിർപ്പ് പ്രകടമാക്കിയിരുന്നു. ജോൺ പോൾ 2 മാർപ്പാപ്പ സഹരക്ഷക വിശേഷണത്തെ അനുകൂലിച്ചെങ്കിലും വിശ്വാസ കാര്യാലയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായതിനെ തുടർന്ന് അംഗീകരിക്കപ്പെട്ടിരുന്നില്ല.